നല്ലൊരു മമ്മൂട്ടി ഫാനാണ്. എന്നാലും നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണല്ലോ. പാട്ടിന്റെ ലിറിക്സ് ഒക്കെ കേട്ടപ്പോഴത്തേക്കും ഇച്ചിരി കോമഡി ആയിട്ട് തോന്നി. നല്ലൊരു എക്സ്പെക്ടേഷൻ ആണ്. പണം ചിലപ്പോ കത്തുമായിരിക്കും. ലാലേട്ടനാണോ ആരായിരിക്കും സ്ക്രീനിൽ തകർക്കുക? ലാലേട്ടനാണോ അതോ ദിലീപായിരിക്കും സ്ക്രീനിൽ അഴിഞ്ഞാടുക? രണ്ടുപേരും അഴിഞ്ഞാടുമായിരിക്കും. ലാലേട്ടന്റെ ക്യാമിയെ കുറിച്ചൊക്കെ ഗില്ലി യൂണിവേഴ്സിനെ കുറിച്ച് എങ്ങനെയാണ്? വളരെ നല്ലൊരു എക്സ്പെക്ടേഷൻ ആണ്. എന്താന്ന് കണ്ടറിയണം. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ നോക്കി ദിലീപിന്റെ നല്ലൊരു കമ്പാക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അതാണ് നമ്മളെ ഏറ്റവും വലിയത്. ഉറപ്പായിട്ടും വിചാരിക്കും തീർന്നു നോക്കുന്നത്. ഉറപ്പായിട്ടും ലാലേട്ടൻ തൂക്കും. ദിലീപ് രണ്ടും ഗില്ലി യൂണിവേഴ്സ് എന്ന് പറയണ്ടല്ലോ. ഓളം വെക്കാനാണ് പരിപാടി ഫുള്ള്. പിന്നെ നമ്മൾ നല്ലൊരു മമ്മൂട്ടി ഫാനാണ്. എന്നാലും നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു താരങ്ങളെ താരതമ്യം ചെയ്യുന്നില്ല. സോ നമ്മൾ എല്ലാവരുടെയും കമ്പാക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ദിലീപിന്റെ കമ്പാക്ക് വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ദിലീപിന്റെ കമ്പാക്ക്. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഇല്ല, എല്ലാവരും കാണണം. ദിലീപിന്റെ നല്ലൊരു കമ്പാക്ക്. നമുക്ക് നല്ലൊരു പ്രതികരണം കാണാം. ഈ പടം ഫസ്റ്റ് ഷോ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ ഇത് കാണാം. സോ നമുക്ക് എല്ലാവരും പടം കാണുക, അത്രേ ഉള്ളൂ. ലാലേട്ടനും ദിലീപും കൂടെ ഒരുമിച്ച് വരുവാണ് സ്ക്രീനിൽ. നന്നായിട്ട് തോന്നി. ഗില്ലി യൂണിവേഴ്സ് ഒക്കെയാണ്, വിജയ് റെഫറൻസ് ഒക്കെ ഉണ്ടാവണ്ടാണ്. അതെ നല്ല അത്യാവശ്യം അവര് പറഞ്ഞേക്കുന്ന പരിപാടി വരുവാണെങ്കിൽ ഇപ്പൊ സ്പൂഫാണെങ്കിൽ സ്പൂഫ് അത് മര്യാദയ്ക്ക് ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലോജിക് ഇല്ലാത്ത പടം കാണാൻ തന്നെ മൈൻഡ് സെറ്റിലൂടെ നമ്മളൊരു അടിച്ചുപൊളി മൈൻഡിലാണ് വന്നേക്കണേ. അപ്പോൾ അത് മീറ്റ് ചെയ്താൽ മതി. വലിയ കഥയും പരിപാടികളൊന്നും വേണമെന്നൊന്നും ഇല്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ പടം ഓക്കെ ആവും. നമുക്ക് പാട്ടിന്റെ ലിറിക്സ് ഒക്കെ കേട്ടപ്പോഴത്തേക്കും ഇച്ചിരി കോമഡി ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഉള്ളത് നന്നായിട്ട് വരട്ടെ എന്ന് വിചാരിക്കും. ഗില്ലി യൂണിവേഴ്സ് ആണല്ലോ. അടിപൊളി പടമായിരിക്കും. അഴിഞ്ഞാട്ടമായിരിക്കും. പിന്നെ സൂപ്പർ സിനിമയായിരിക്കും. അടിപൊളി സിനിമ. കണ്ടിട്ട് അഭിപ്രായം ഇറങ്ങും പറഞ്ഞേക്കാം. ആരുടെ ഗില്ലി റെഫറൻസ്, വിജയ് റെഫറൻസ് ഉണ്ട്. അതിനെങ്ങനെ എക്സ്പെക്ട് ചെയ്യണത്? ഒരു പീക്ക് ലെവലിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞിറങ്ങും പറയാം. റിലീസാണ്. അപ്പൊ എങ്ങനെയാണ് വെയിറ്റിംഗ് ആണ് എല്ലാവരും. ഗില്ലി യൂണിവേഴ്സ് എന്ന് പറയണ്ടല്ലോ. ലാലേട്ടന്റെ ക്യാമിയൊക്കെയാണ് വെയിറ്റ് ചെയ്യണത്. ദിലീപിന്റെ അഴിഞ്ഞാട്ടത്തിനാണ് വെയിറ്റ് ചെയ്യണത്. ദിലീപിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ദിലീപിനാണ്. ദിലീപിന് വേണ്ടി